വയനാട്ടിലെ ഈ മഹാദുരന്തത്തിൽ അകപ്പെട്ട അവസാനത്തെ മനുഷ്യജീവനും രക്ഷിക്കാനുള്ള തീവ്രമായ പരിശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പല രീതിയിൽ പല മാർഗങ്ങൾ അവലംബിച്ചാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മനുഷ്യൻ്റെ സ്പന്ദനമുണ്ടെങ്കിൽ അത് കണ്ടെത്തി അയാളെ പുറത്തെടുക്കാനുള്ള ഒരു നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു തെർമൽ സ്കാനർ ഉപയോഗിച്ച് മനുഷ്യജീവൻ മണ്ണിൻ അകത്തുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഉപയോഗിച്ച് തിരച്ചിൽ നടത്താനാണ് ഒരു സംഘം യുവാക്കൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ആരുടെ നിർദ്ദേശപ്രകാരം എങ്ങനെയാണ് നിങ്ങൾ ഇത് നടപ്പിലാക്കാൻ പോകുന്നത്? നമ്മളിപ്പോൾ ഇത് യൂത്ത് അലൈവ് പുളിക്കലിൻ്റെ കീഴിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇത് എത്തിയിട്ടുള്ളത്. ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. അനന്തു ചെന്നൈ എന്നാണ് വന്നിട്ടുള്ളത്. കമ്പനി പേര് എന്തായാലും എനർജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, എനർജി ഓഡിറ്റിംഗ് കമ്പനി. എനർജി എക്സ്പ്ലോറേഷനാണ് ഒരു മെയിൻ. പക്ഷെ നമുക്ക് ഈ ഒരു തെർമൽ ഇമേജർ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് നോക്കിയിട്ട് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇവിടെ അങ്ങനെ ഉപയോഗപ്പെടുത്താനുള്ള രീതിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിപ്പോൾ എത്ര അടി വരെ താഴ്ചയിലുള്ള ഇത് തെർമൽ ടെമ്പറേച്ചർ കിട്ടും? നമുക്ക് 2 മീറ്റർ മുതലാണ് എന്ത് ചെയ്യുന്നത് ഇത് പ്രധാനമായിട്ടും കിട്ടുന്നത്. ഇതിൻ്റെ അടുത്തൊരു ലെവലിലോട്ടാണ് അതിലും കൂടുതൽ താഴോട്ട് പോകാൻ പറ്റുക. അപ്പോൾ അതുവരെയുള്ള ഏകദേശം ഈ തെർമൽ ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്? ഇപ്പോൾ നമുക്കിത് കറക്റ്റ് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ തെർമൽ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നോർമൽ ഒരു ഭൂമിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 23 ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരാളെ ബോഡിയിലോട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു 33 വരെ എത്തും. ഓക്കെ, അതുപോലെ തന്നെ അത് ഒരു ബോഡി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ബോഡി ഒരു 3 ഡേയ്സ് കഴിഞ്ഞാൽ ഒരു 45-ന് മുകളിലായിട്ട് എന്ത് ചെയ്യും, തെർമൽ ഹീറ്റ് വരും. അപ്പോൾ 45 to 60 ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഏകദേശം ആ ഒരു ഏരിയയിൽ ഒരു ബോഡിയോ അല്ലെങ്കിൽ ഇത് മനുഷ്യൻ്റെതോ എന്തോ ആവാം അതുണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഏരിയ ഒന്നുകൂടി ശ്രദ്ധിച്ച് കുഴിച്ച് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഇപ്പം നാളെ രാവിലെ മുതലാണോ? അന്ന് രാവിലെ മുതലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ ശേഷമാണ് ഉണ്ടാവുന്നത്. ഇന്നത്തെ കഴിഞ്ഞതുകൊണ്ട് ഏകദേശം ഇപ്പോൾ രാവിലെ മുതലേ ഇവിടെ ടീം ഉണ്ടായിരുന്നു. ഒരു തമിഴ്നാട്ടിൽ നിന്ന് വോളണ്ടിയർ ആയിട്ട് ആ കമ്പനിയൊക്കെ എന്താണ് നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് വന്നതാണ് യൂത്ത് അലൈവിൻ്റെ കീഴിൽ. അങ്ങനെയാണ് ഇതുള്ളത്. എന്തായാലും ഇത്തരത്തിൽ എല്ലാ സാധ്യതയും ഉപയോഗപ്പെടുത്തി ഏതെങ്കിലും മനുഷ്യജീവൻ മണ്ണിനകത്തുണ്ടെങ്കിൽ കണ്ടെത്താനുള്ള ശ്രമമാണ് സൈന്യത്തിൻ്റെയും ഒപ്പം തന്നെ സംസ്ഥാന വിഭാഗങ്ങളുടെയും ഈ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി അത്തരത്തിൽ ഒരു തെർമൽ സ്കാനിങ്ങിൻ്റെ ഭാഗമായി ഒരു ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടുതൽ പരിശോധന കൂടുതൽ സമയത്തേക്ക് നീട്ടാനൊക്കെ ആവശ്യപ്പെടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പല ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് മനുഷ്യജീവനുകൾ അല്ലെങ്കിൽ മൃഗങ്ങളുടെ ജീവനുകൾ ഒരു ജീവൻ കണ്ടെത്താനുള്ള നടപടികളുമായി ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദുരന്തമുഖത്തുനിന്ന് ഇത്തരം കാഴ്ചകളും നിറഞ്ഞ് കാണുകയും ചെയ്യുന്നു.